ഹായ് ഡിയേഴ്സ്, വെൽക്കം. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഫ്ലവേഴ്സ് ആൻഡ് ഷവേഴ്സ് എന്ന യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ഫസ്റ്റ് ഷവേഴ്സ് എന്ന് പറയുന്നൊരു പോയം ആണ്. ദ പോയം ഈസ് റിട്ടൺ ബൈ നളിനി ശർമ്മ. ഫസ്റ്റ് ഷവേഴ്സ് ഈസ് എ ബ്യൂട്ടിഫുൾ പോം റിട്ടൺ ബൈ ദ വെൽ നോൺ ഇന്ത്യൻ പോയറ്റ് നളിനി ശർമ്മ. ഈ ഫസ്റ്റ് ഷവേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആദ്യ മഴ എന്നാണ് ഫസ്റ്റ് ഷവേഴ്സ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ ബ്യൂട്ടിഫുൾ പോയം എഴുതിയിട്ടുള്ളത് ഇന്ത്യൻ പോയറ്റായിട്ടുള്ള നളിനി ശർമ്മ ആണ്. ഇൻ വിച്ച് ഷീ സ്പീക്സ് അബൌട്ട് ദ ചേഞ്ചസ് ദാറ്റ് ദ റെയിൻ ബ്രിങ്സ്. ഈ പോയത്തിലൂടെ കാണിച്ചു തരുന്നത് ദ ചേഞ്ചസ് ദാറ്റ് ദ റെയിൻ ബ്രിങ്സ്, മഴ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ. അപ്പോൾ മഴയാണ് ഇതിലെ സെൻട്രൽ തീം എന്ന് മനസ്സിലായല്ലോ. The poem First Showers is a wonderful depiction of the nature's ability to heal. ഈ ഫസ്റ്റ് ഷവേഴ്സ് എന്ന് പറയുന്ന വണ്ടർഫുൾ പോയം ചിത്രീകരിക്കുന്നത് നേച്ചേഴ്സ് എബിലിറ്റി ടു ഹീൽ, സുഖപ്പെടുത്താനുള്ള നേച്ചർ, പ്രകൃതിയുടെ ഒരു എബിലിറ്റി, കഴിവിനെയാണ് കാണിക്കുന്നത്. ഹീൽ എന്ന് പറഞ്ഞാൽ സുഖപ്പെടുത്തുക, ടു ക്യൂർ, ഇത് നല്ല രീതിയിലാക്കുക, അതാണ് ഹീൽ എന്ന് പറഞ്ഞാൽ. First, she tells how the rain soothes her frayed nerves and removes the strain from her face because of her work. ഈ പോയത്തിലെ സ്പീക്കർ എന്ന് പറയുന്നത് ഒരു ലേഡിയാണ്. ഈ ലേഡി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ മഴ എങ്ങനെ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന ഈ സ്ത്രീയെ ഹീൽ, അതാണ് ഇവിടെ പറഞ്ഞ എബിലിറ്റി ടു ഹീൽ, എങ്ങനെ സുഖപ്പെടുത്തുന്നു അല്ലെങ്കിൽ എങ്ങനെ ഹീൽ, ക്യൂർ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പോയത്തിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ പോയത്തിൽ പറയുന്നത് ദ റെയിൻ സൂത്തസ് ഹെർ ഫ്രെയ്ഡ് നെർവ്സ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞത് ജോലിയെല്ലാം ചെയ്ത് ക്ഷീണിച്ച ഈ ലേഡിയുടെ നെർവ്സ്, ഞരമ്പുകളെല്ലാം സൂത്ത്, ഒന്ന് ഉന്മേഷവാനാക്കി അല്ലേ. മഴ വന്നിട്ട് ജോലിയെല്ലാം ചെയ്ത് ക്ഷീണിച്ച ഈ ലേഡിയുടെ ഞരമ്പുകളെല്ലാം ഒന്ന് ഉന്മേഷത്തോടെ ആക്കുന്നുണ്ടല്ലേ. ആൻഡ് റിമൂവ്സ് ദ സ്ട്രെയിൻ ഫ്രം ഹെർ ഫേസ്. ഈ ലേഡിയുടെ മുഖത്ത് നിന്നും ആ ജോലിയുടെ സ്ട്രെയിൻ, നമ്മൾ ജോലിയൊക്കെ എടുത്ത് ഒരു ക്ഷീണിച്ചാണല്ലോ വരിക, അപ്പോൾ ആ ഒരു സ്ട്രെയിൻ അതെല്ലാം ഈ മുഖത്ത് നിന്നും ഈ മഴ മാറ്റുന്നുണ്ട്. മഴ പെയ്തിട്ട് ഈ ലേഡിയുടെ മുഖത്ത് നിന്നുള്ള ജോലിയുടെ ഭാരവും സ്ട്രെയിനും അതുപോലെ തന്നെ ആ ഒരു ക്ഷീണവും ഒക്കെ മഴ വന്നിട്ട് മാറ്റുകയാണ്. In the poem, we find a woman who is returning from her workplace. ഈ പോയത്തിൽ നമുക്ക് കാണാൻ പറ്റും എ വുമൺ, ഒരു സ്ത്രീ. ഈ സ്ത്രീ അവളുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വർക്ക് പ്ലേസ്, ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചു വരികയാണ് അല്ലേ, റിട്ടേണിങ്, തിരിച്ചു വരികയാണ്. ഷീ ഈസ് അൺനോയിങ്ലി കോട്ട് ഇൻ ദ ഫസ്റ്റ് ഷവേഴ്സ്. അവൾ അറിയാതെ മഴ പെയ്യുന്നതിനിടയ്ക്ക് പെടുകയാണല്ലേ, അതായത് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അറിയാതെ മഴ പെയ്യുന്നുണ്ട്. വിച്ച് സൂത്ത് ഹെർ ലൈക്ക് നോ വൺ എൽസ്. അത് അവളെ വല്ലാതെ സൂത്ത്, ശമിപ്പിക്കുക, അതായത് ഒരു സുഖം, ഒന്ന് ഹീൽ ചെയ്യുന്നുണ്ട്, അതായത് ഒന്ന് സുഖപ്പെടുത്തുന്നുണ്ട്. ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പം നല്ല ക്ഷീണവും ജോലിഭാരവും ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഈ മഴ പെയ്തിട്ട് മഴ ഈ ജോലിയെയും ജോലിയുടെ ക്ഷീണത്തെയും എല്ലാം മാറ്റുന്നുണ്ട്. വെൻ ദ സ്പീക്കർ വാസ് റിട്ടേണിങ് ഫ്രം ഹെർ വർക്ക് പ്ലേസ്, ഈ സ്പീക്കറായിട്ടുള്ള ലേഡി വർക്ക് പ്ലേസ്, ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ കൂൾ റെയിൻ ഡ്രോപ്സ് സ്റ്റാർട്ടഡ് ടു ഫാൾ ഓൺ ഹെർ ഡ്രൈഡ് ഔട്ട് ഫേസ്. ഈ ലേഡിയുടെ വരണ്ട മുഖത്ത് കൂൾ റെയിൻ ഡ്രോപ്സ്, നല്ല തണുത്ത മഴത്തുള്ളികൾ വന്ന് വീഴാൻ തുടങ്ങി. സഡൻലി ദ ഫസ്റ്റ് റെയിൻ ഷവേർഡ് അപ്പോൺ ഹെർ അൺഎക്സ്പെക്റ്റഡ്ലി. അങ്ങനെ ആദ്യം ചെറിയ ചെറിയ രീതിയിൽ തുള്ളിത്തുള്ളികളായിട്ടാണല്ലേ മഴ പെയ്തു തുടങ്ങിയിരുന്നത്. പിന്നെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ്ലി, അപ്രതീക്ഷിതമായിട്ട് നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ആൻഡ് ഷീ ബിക്കെയിം കംപ്ലീറ്റ്ലി വെറ്റ്. അങ്ങനെ അവൾ മുഴുവനായിട്ട് നനഞ്ഞു. വെറ്റ് എന്ന് പറഞ്ഞാൽ നനഞ്ഞു. ആൻഡ് ഹെർ വീക്കെൻഡ് നെർവ്സ് ഗോട്ട് ഗ്രേറ്റ് റിലീഫ്. അങ്ങനെ ജോലിയെല്ലാം ചെയ്ത് ക്ഷീണിച്ച അവളുടെ വീക്കായിട്ടുള്ള നെർവ്സ്, ക്ഷീണിച്ച ഞരമ്പുകൾക്കെല്ലാം നല്ലൊരു ആശ്വാസം കിട്ടിയല്ലേ, ഗ്രേറ്റ് റിലീഫ്, ആശ്വാസം കിട്ടി. ദ റെയിൻ ക്വിക്ക്ലി റിമൂവ്ഡ് ദ മാർക്സ് ഓഫ് ടയേർഡ്നെസ് caused by the day-long heat and hard work from her face. ഈ മഴ അവളുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ചതിൻ്റെ ആ ഒരു ടയേർഡ്നെസ്, ക്ഷീണത്തെ, അതുപോലെ തന്നെ ഡേ ലോങ് ഹീറ്റ്, ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ചൂടും
ഹാർഡ് വർക്ക്, കഠിനാധ്വാനവും എല്ലാം കൊണ്ടും അവൾ വളരെ ക്ഷീണിതയായിരുന്നു അല്ലേ. അപ്പോൾ ഈ ക്ഷീണമെല്ലാം ഈ മഴ അവളുടെ മുഖത്ത് നിന്നും മാറ്റി. The wet clothes were holding to her body like a baby clinging to its mother's chest. അങ്ങനെ മഴ നനഞ്ഞിട്ട് ഇവളുടെ ഡ്രസ്സെല്ലാം അവളുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാണ്? ഒരു കൈക്കുഞ്ഞ് തൻ്റെ അമ്മയുടെ ശരീരത്തിൽ ഒട്ടിച്ചേർന്നിരിക്കുന്ന പോലെയാണ് അവളുടെ ഡ്രസ്സ് അവളുടെ മേൽ നനഞ്ഞു കിടക്കുന്നത്. ഹെർ വെറ്റ് ക്ലോത്ത്സ് മെയ്ഡ് ഹെർ വാക്ക് അൺസ്റ്റഡി. ഈ നനഞ്ഞ ഡ്രസ്സ് കാരണം അവൾക്ക് നന്നായി നടക്കാൻ പറ്റുന്നില്ല. അൺസ്റ്റഡി, നന്നായിട്ട് നടക്കാൻ പറ്റുന്നില്ല. ഓൾ ദ ഡസ്റ്റി ആൻഡ് ഡേർട്ടി ട്രീസ് ബാത്ത്ഡ് ഇൻ ദ റെയിൻ ആൻഡ് ബിക്കെയിം ക്ലീൻ ക്വിക്ക്ലി. ഈ മഴ കാരണം റോഡരികിലുണ്ടായിരുന്ന ഡസ്റ്റി, പൊടി പിടിച്ചതും ഡേർട്ടി, വൃത്തിയില്ലാത്തതുമായ ട്രീസ്, മരങ്ങളെല്ലാം മഴയിൽ പൊടിയെല്ലാം മാറി ക്ലീൻ, നന്നായി അല്ലേ, പെട്ടെന്ന് തന്നെ നന്നായി പച്ചപ്പെല്ലാം വന്നു. നൗ ദേ ഡ്രസ്ഡ് ഇൻ ക്ലീൻ ഗ്രീൻ കളർ ആൻഡ് ലുക്ക്ഡ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. അങ്ങനെ മഴയെല്ലാം നനഞ്ഞ് ആ പൊടിയെല്ലാം മാറിയപ്പോൾ അവ ഇപ്പോൾ നല്ല ക്ലീൻ, വൃത്തിയുള്ള പച്ച നിറമായിട്ട് കാണുകയും നല്ല രീതിയിൽ ഭംഗിയുള്ളതായിട്ടും തോന്നുന്നുണ്ട്. ദ എർത്ത് ബിക്കെയിം വെറ്റ് ആൻഡ് അട്രാക്റ്റീവ് വിത്ത് എ പ്ലസൻറ്റ് സ്മെൽ. അങ്ങനെ ഈ ഭൂമി, ആദ്യമായിട്ട് മഴ പെയ്യുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവില്ലേ ഭൂമിക്ക്, ആ മഴ കാരണം എർത്ത് ഭയങ്കര അട്രാക്റ്റീവും അതുപോലെ തന്നെ നല്ല പ്ലസൻറ്റ് സ്മെൽ, നല്ലൊരു സ്മെല്ലും ഒക്കെ ഉള്ളതായിരുന്നു എർത്ത്. വെൻ ദ പോയറ്റ് ലുക്ക്ഡ് അപ്പ് ടു താങ്ക് ദ റെയിൻ ഗോഡ്. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ടെല്ലാം നമ്മുടെ സ്പീക്കറായിട്ടുള്ള ലേഡി റെയിൻ ഗോഡിന് നന്ദി പറയാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് നോക്കിയപ്പോൾ മോർ റെയിൻ ഡ്രോപ്സ് മെയ്ഡ് ഹെർ ഫേസ് വെറ്റ് ഇൻ എ പ്ലേഫുൾ മാനർ. അങ്ങനെ റെയിൻ ഗോഡിനോട് നന്ദി പറയാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് നോക്കിയപ്പോൾ അവളുടെ മുഖത്തേക്ക് മഴ കൂടുതൽ ശക്തിയായിട്ട് പെയ്തു. ബീയിങ് ത്രിൽഡ് ആൻഡ് അമേസ്ഡ് ബൈ ദ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. പ്രകൃതിയുടെ ഈ ഒരു സമ്മാനത്തിൽ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഷീ വെൻറ്റ് ഹോം ഹാപ്പിലി. അവൾ ഭയങ്കര സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. വാക്കിംഗ് ത്രൂ ദ ഗേർഗ്ലിംഗ് വാട്ടർ. ഈ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഇടയിലൂടെ വെള്ളമൊക്കെ തെറിപ്പിച്ചുകൊണ്ട് സന്തോഷവതിയായിട്ട് അവൾ വീട്ടിലേക്ക് മടങ്ങാണ്. അപ്പോൾ ഈ പോയം പറയുന്നത് വർക്ക് പ്ലേസ്, ജോലി സ്ഥലത്ത് നിന്നും ജോലിയെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഒരു ലേഡി, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുന്ന ഒരു ലേഡി, ആ ലേഡി വഴിയിൽ വെച്ചിട്ട് മഴ പെയ്യുന്നുണ്ട്. ആ മഴ അവളുടെ ജോലി ഭാരത്തെയും അതുപോലെ തന്നെ ആ ഒരു ക്ഷീണത്തെയും, ജോലി ചെയ്ത ക്ഷീണത്തെയും എല്ലാം സുഖപ്പെടുത്തുന്നുണ്ടല്ലേ. എന്നിട്ട് അവൾ വളരെ സന്തോഷത്തോടെയാണ് വീട്ടിലോട്ട് മടങ്ങുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ക്ഷീണിതയായി വന്ന ആ ലേഡി ഉന്മേഷവതിയായിട്ടാണ് തിരിച്ചു പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത് എന്താണ്? മഴയും, റെയിൻ ആൻഡ് ദ ഹാപ്പിനെസ് ഇറ്റ് ബ്രിങ്സ്. അത് കൊണ്ടുവരുന്ന സന്തോഷവും മഴയും അതുവഴി ഉണ്ടാകുന്ന സന്തോഷവുമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ കൺവേ ചെയ്യുന്ന മെസ്സേജ്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.